ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാമ്പുകളെ കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പാമ്പുകളെ കാണുന്നത് ദോഷകരമാണോ? എന്തെങ്കിലും നാഗദോഷം കൊണ്ടാണോ നമ്മുടെ മുന്നിലേക്ക് പാമ്പുകൾ വരുന്നത്? വീടുകളിലേക്ക് പാമ്പ് കയറി വരുന്നതിൽ വീട്ടിലെ ദോഷങ്ങൾക്ക് കാരണമുണ്ടോ? നമ്മുടെ നക്ഷത്രത്തിൻ്റെ ദോഷം കൊണ്ടാണോ ഈ പാമ്പുകൾ ഇങ്ങനെ വരുന്നത്? എന്നിങ്ങനെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വിജ്ഞാനകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ മുഴുക്കയും കാണാൻ ശ്രമിക്കണം. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് പാമ്പുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് പലപ്പോഴും ഫോൺ കോൾ ചെയ്തും അല്ലാതെ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടും ചോദിക്കുന്നതാണ്, എൻ്റെ വീട്ടിൽ ഇന്നലെ പാമ്പ് കയറി, ഇന്നലെ അതിനെ തല്ലിക്കൊല്ലേണ്ടി വന്നു, എന്നാൽ പാമ്പ് കണ്ടിട്ടും ഞങ്ങൾ ഓടിച്ചു വിട്ടേ ഉള്ളൂ, കൊന്നില്ല. പാമ്പ് കയറിയിട്ട് എങ്ങോട്ട് പോയിന്ന് കണ്ടില്ല. പാമ്പിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു, പാമ്പിനെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു, പാമ്പിനെ നിരന്തരം ഞാൻ കാണാറുണ്ട്, എൻ്റെ കിണറ്റ് പാദത്തിൽ പാമ്പ് വന്നിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് പാമ്പിനെ കണ്ട് പേടിച്ച് സംസാരിക്കുന്നവർ ഒരുപാടാണ്. മാത്രമല്ല, നിരന്തരമായിട്ട് പാമ്പിനെ കാണുന്നവരുണ്ട്, ഒരിക്കൽ പാമ്പിനെ കണ്ടവരുണ്ട്. ഈ പാമ്പെന്ന് പറയുന്ന വർഗത്തെ തീർച്ചയായിട്ടും മനുഷ്യർക്ക് എല്ലാവർക്കും പേടിയാണ്. അപൂർവം ചിലർ പാമ്പിനെ വെച്ച് ചില കളികളൊക്കെ കളിക്കുമെങ്കിലും സ്വാഭാവികമായിട്ട് അതിൻ്റെ വിഷത്തെ വളരെ പേടിയാണ്. കാര്യം അണലി വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ശംഖുരൻ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളൊക്കെ ദംശിച്ചു കഴിഞ്ഞാൽ മരണം ചിലപ്പോൾ സംഭവിച്ചേക്കാം. കൃത്യസമയത്ത് ആൻറ്റിവനം കിട്ടാതെ പോയാൽ അതിൻ്റെ ഉള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, അണലി വർഗത്തിൽപ്പെട്ട പാമ്പ് കടിച്ചാൽ ചിലപ്പം പിന്നീട് കിഡ്നിക്കൊക്കെ പ്രശ്നം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ പാമ്പിനെ പണ്ട് മുതലേ മനുഷ്യൻ വളരെ പേടിച്ചാണ് കണ്ടിരുന്നത്. ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്നത് ഈ പാമ്പ് എന്ന് പറയുന്ന ശക്തി അത് ദൈവീകമായ ഒരു ശക്തിയാണെന്നുള്ള ഒരു അനുഭവമാണ്. അങ്ങനെ എല്ലാവരും പാമ്പിനെ കാണില്ല, എല്ലാവരെയും പാമ്പ് ആക്രമിക്കില്ല. പാമ്പ് ഒരാളെ ഉന്നമിട്ട് കഴിഞ്ഞാൽ ആ ആളെ തന്നെ ആ പാമ്പ് കടിച്ചിരിക്കും എന്നുള്ളത് ജാതകത്തിലും നമ്മൾ പാമ്പ് എന്ന് പറയുന്ന കാര്യത്തെ, സർപ്പത്തെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. സന്താന ഗുണത്തെക്കുറിച്ചും പുരുഷന്റെ ബീജത്തിന്റെ ശേഷിയെക്കുറിച്ചും എല്ലാം നമ്മൾ ഈ പാമ്പ് എന്ന് പറയുന്ന കാര്യത്തെ കൂട്ടി യോജിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിത ഗതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പാമ്പ് വലിയൊരു കാര്യം തന്നെയാണ്. എന്നാൽ പാമ്പ് എന്നുള്ളതല്ല, സർപ്പവും നാഗവും എല്ലാം വ്യത്യസ്തമാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. നാഗലോകത്തുള്ള നാഗങ്ങളും സർപ്പം എന്ന് പറഞ്ഞാൽ നാഗത്തെക്കാളും കുറച്ച് പടി ചെറുതാണെന്നും, പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ കാണപ്പെടുന്നതാണെന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് ഇതിൽ സർപ്പമേത്, പാമ്പേത്, നാഗമേത് എന്നുള്ള തിരിച്ചറിവും ഉണ്ടാവില്ല. മാത്രമല്ല, ഈ പദപ്രയോഗങ്ങളെല്ലാം കേരള അതിർത്തി വിട്ട് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ വേറൊരർത്ഥത്തിലാണ് എടുക്കുക. അവിടെ ചിലപ്പം കോമൺ ആയിട്ടുള്ള എല്ലാ പാമ്പുകളെയും പാമ്പെന്ന് തന്നെ വിശേഷിപ്പിച്ചേക്കാം. ചിലപ്പോൾ മറ്റേ കർണാടകയിലൊക്കെ ചെല്ലുമ്പോൾ വീണ്ടും അർത്ഥ വ്യത്യാസം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇത് എല്ലാം നമ്മൾ പൊതുവിൽ കാണപ്പെടുന്ന പാമ്പുകളുടെ വിഭാഗം അങ്ങനെ സങ്കല്പിക്കുകയായിരിക്കും നല്ലത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥയിൽ പാമ്പ് ഭൂമിയുടെ അവകാശിയാണ്, അതിനെ തല്ലിക്കൊല്ലേണ്ട ആവശ്യമില്ല എന്നൊക്കെ കഥാപാത്രം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പാമ്പും മനുഷ്യനും എല്ലാം ഒത്തുചേർന്ന് എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരു ഇടം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് എപ്പോഴും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെയധികം ഉപദ്രവമായി മാറുന്ന പാമ്പ് ശല്യമാണെങ്കിൽ നമ്മൾ അതിന് ചില നടപടികളൊക്കെ എടുത്തേ പറ്റുള്ളൂ. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. പണ്ട് കാലത്ത് പാമ്പുകൾക്ക് വസിക്കാൻ ഒരുപാട് കാടും പരിസരങ്ങളും ഉണ്ടായിരുന്നു. മനുഷ്യർ ഇത്രത്തോളം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ പോലെ നാട്ടിൽ പാമ്പുകളുടെ എണ്ണം അധികരിച്ച് കണ്ടിരുന്നില്ല. കാര്യം വനത്തിലൊക്കെ പോകുന്നവർക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ കാവുകളൊക്കെ ഉള്ളതുകൊണ്ട്, പാമ്പുകൾക്ക് ആ നാട്ടിൽ ഒരുപാട് കാവുള്ളതുകൊണ്ട് ആ കാടും മറ്റു പരിസരത്ത് ആ തളിര് ഇലകൾക്കിടയിലും അതിനായിട്ടൊരു ആവാസ വ്യവസ്ഥിതി ഉള്ളതുകൊണ്ട് അതിനവിടെ ഒതുങ്ങിക്കൂടാൻ കഴിയുമായിരുന്നു. ഇന്ന് കാട്, അടിക്കാട് പൂർണ്ണമായിട്ട് നശിച്ചു കിടക്കുമ്പോൾ അത് പിന്നെ തണൽ തേടിയും ഇര തേടിയും ഒക്കെ വീട്ടുവളപ്പിലൊക്കെ വന്ന് ചേരുന്നുണ്ട്. നമുക്കറിയാമല്ലോ, പണ്ട് കാട്ടിനുള്ളിൽ കഴിഞ്ഞിരുന്ന മൃഗങ്ങളെല്ലാം
നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാടായിട്ട് ഇറങ്ങുന്നത് കാട് നശിച്ചതുകൊണ്ട് തന്നെ. അതുപോലെ ഓരോന്നിൻ്റെ ആവാസ വ്യവസ്ഥ തെറ്റുന്നതനുസരിച്ച് അത് കൂടുതലായിട്ട് വരും. എങ്കിലും ഇടക്കാലത്ത് നാട്ടിൽ വരുന്ന പാമ്പുകളെയെല്ലാം മനുഷ്യർ തല്ലിക്കൊല്ലുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പാമ്പുകളെ കൊന്നാലുള്ള ദോഷങ്ങളും അതിനെക്കുറിച്ച് പാമ്പിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലുണ്ടായ നാഗദോഷത്തെക്കുറിച്ചും മറ്റൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ജനതയ്ക്കിടയിൽ വന്ന പിന്നീട് പാമ്പുകളെ കൊല്ലുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ പാമ്പുകളെ കൊല്ലുന്നത് കുറയുകയും പക്ഷേ പാമ്പുകളുടെ പ്രജനന ശേഷി കൂടുകയും സംഖ്യ ഉയരുകയും ചെയ്തപ്പോൾ അതിന് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഇല്ലാതാവുകയും ചെയ്തപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിലും പരിസരങ്ങളിലും ഈ പാമ്പുകളുടെ എണ്ണം കൂടി. അത് സ്വാഭാവികമാണ്. മാത്രമല്ല ഇത്തരം പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ പോലെ തല്ലിക്കൊല്ലില്ല. പകരം എന്ത് ചെയ്യും, റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വനപാലകരെ വിളിച്ചു വരുത്തും, വാവാ സുരേഷിനെ പോലെ അല്ലാതെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തും. അവരൊക്കെ പാമ്പിനെ പിടിച്ചു കൊണ്ടുപോയി മറ്റൊരിടത്തേക്ക് വിടുകയാണ്. എന്നാലും കാട്ടിൽ അതിനനുസൃതമായ ഒരു ആവാസ വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നാട്ടിലേക്ക് വീണ്ടും സന്താനങ്ങളുമായിട്ട് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഒരുപാട് ഉണ്ടായി വരുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ പാമ്പ് കാണുമ്പോൾ നമ്മൾ ആകെ കൂടി ഭയന്നു പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഒരു പാമ്പ് വന്നു കേട്ടാൽ നമ്മൾ ഭയന്നു പോകും. അത് സ്വാഭാവികം തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പാമ്പിൽ അത്രത്തോളം വിഷവുമുണ്ട്. എന്നാൽ എല്ലാ പാമ്പുകൾക്കും വിഷമില്ല. പക്ഷേ സാധാരണ ഒരു വ്യക്തിക്ക് ഏത് പാമ്പിൽ വിഷമുണ്ട് ഏത് പാമ്പിൽ വിഷമില്ല എന്ന് തിരിച്ചറിയാനും പ്രയാസകരമാണ്. പക്ഷേ നമ്മൾ പണ്ടുള്ള അമ്മമാരും മറ്റും പ്രാർത്ഥിക്കണ കേട്ടിട്ടുണ്ടോ? പാമ്പിനെ കണ്ണുകൊണ്ട് കാട്ടിത്തരണേ എന്നാണ്. എന്നാൽ ഇന്നുള്ള പലരും പ്രാർത്ഥിക്കണ പാമ്പിനെ കാണല്ലേ ഭഗവാനെ എന്നുള്ളതാണ്. പാമ്പിനെ കണ്ണുകൊണ്ട് കാട്ടിത്തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണതിൻ്റെ കാര്യം അറിയാമോ? പാമ്പിന് ഒരു ചതിപ്രയോഗമുണ്ട്. പലപ്പോഴും ഇരുട്ടത്തോ അല്ലോ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടോ നമ്മൾ എവിടെയെങ്കിലും കാടുപിടിച്ച സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ വേറൊരിടത്ത് പോവുക. അപ്പോൾ പാമ്പ് അവിടെ കിടക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവും. പക്ഷെ കാണാതെ കയറി ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ ചവിട്ടുകയോ അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ അത് കടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കടി പറ്റാറുള്ളത്. കാര്യം പാമ്പിനെ കാണാതെ ചെന്ന് അതിൻ്റെ പുറത്ത് സ്പർശിക്കുക, അതിൻ്റെ സമീപത്തൂടെ പോകുമ്പോഴാണ് പലപ്പോഴും കടി ഏൽക്കുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്മാറിപ്പോകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് പാമ്പിനെ കണ്ണുകൊണ്ട് കാട്ടിത്തരണേ ഭഗവാനെ എന്നാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും. പക്ഷെ ഇന്നത്തെ അമ്മമാർ പാമ്പിനെ കണ്ണുകൊണ്ട് കാണല്ലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ കാണാതിരുന്നെങ്കിൽ ഭഗവാനൊരു അനുഗ്രഹമാണ് തരുന്നത്, ഇതിനെ കാണിച്ചു തരുന്നത്. പക്ഷേ കാണല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടത്തിലോട്ടല്ലേ നമ്മൾ ചെന്ന് കാണുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് അപകടത്തിലേക്ക് ചെന്ന് കയറുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമേ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു പാമ്പിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഈശ്വരനുണ്ട്, നിങ്ങളെ കാണിച്ചു തന്നു, ദാ ഇവിടെ പാമ്പുണ്ട്, അപകടമുണ്ട്, നീ രക്ഷപ്പെട്ടോളൂ എന്ന് ഭഗവാനായിട്ട് നിങ്ങളെ കൂടെ നിന്ന് പറഞ്ഞു തന്നതായിട്ട് ആദ്യം മനസ്സിലാക്കുക. ഇനി വീടിന്റെ പരിസരത്ത് പാമ്പ് വന്ന് കയറാനുള്ള സാഹചര്യങ്ങൾ നമ്മളൊന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. എന്നിട്ട് നമുക്ക് ഈ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പരിഹാര കാര്യങ്ങൾ ദൈവികമായിട്ട് നമുക്ക് ചെയ്യാന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാം. അപ്പോഴൊന്ന് പറയട്ടെ, ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എല്ലാ കാര്യത്തെയും ഒന്ന് വിശദമായിട്ട് തന്നെ പറയും. അപ്പോൾ ക്യാപ്സ്യൂളുകൾ തേടി ഈ യൂട്യൂബ് ചാനലുകളിൽ അലയുന്ന ചിലരുണ്ട്. അതായത് ക്യാപ്സ്യൂളായിട്ടൊരു കാര്യം പറഞ്ഞ് 1 മിനിറ്റ് ഒരു ഷോർട്ടായിട്ടൊക്കെ പറഞ്ഞ് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവർ. ആചാര പദ്ധതികളിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദു വിഷൻ ചാനൽ പോലുള്ള ഒരു ചാനലിൽ ഒരാൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ ക്ഷമയോടുകൂടി ആചാര മര്യാദകളിൽ പാലിക്കേണ്ടുന്ന ഒന്നാണല്ലോ ക്ഷമ. അതോടുകൂടി ഇരിക്കാൻ പറ്റുന്നവർ മാത്രം ഇതിനെ തുടർന്ന് കാണുക, അല്ലാത്തവരെ ഇവിടെ വെച്ച് തന്നെ സ്കിപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ എൻഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം പരിഹാരങ്ങൾ കാണും, അങ്ങോട്ട് പൊയ്ക്കോളൂ. പക്ഷെ നമുക്കൊരു കാര്യം, ഹൈന്ദവ വിശ്വാസികളായിട്ട് ഹിന്ദു വിഷൻ്റെ പ്രേക്ഷകർ ഇത് പൂർണ്ണമായിട്ട് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ പരിസരമെല്ലാം നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് പാമ്പുകളെ ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ്. വീട്ടിലേക്ക് കയറി വരുന്ന പാമ്പുകളെ പൂർണ്ണമായിട്ട് അതുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വീട്ടിലെ ജനാലയിലേക്കൊക്കെ ചിലർ തുണി ഉണക്കാനൊക്കെ ചില കയറൊക്കെ കെട്ടിയിടും, അയയായിട്ട് കെട്ടിയിടും. അത് പലപ്പോഴും ഒരു മരത്തിൽ നിന്ന് ബന്ധിച്ച് ജനാലയ്ക്കലായിരിക്കും കെട്ടിയിടുന്നത്. മരത്തിൽ കയറുന്ന പാമ്പിന് പെട്ടെന്ന് തന്നെ ആ ജനാലയിലൂടെ വീട്ടിനകത്ത് കയറാൻ സാധിക്കും. അത് പരമാവധി ഒഴിവാക്കുക. മൂന്നാമത്, വീട്ടിലേക്ക് ചാഞ്ഞിരിക്കുന്ന പല മരങ്ങളൊക്കെ ഉണ്ടാവും പല വീടുകളിലും. ഈ പാമ്പുകളൊക്കെ തണൽ തേടി അതിന് മുകളിൽ വന്നിട്ട് വീട്ടിനുള്ളിലേക്ക് ഇറങ്ങി വരാൻ അത് കാരണമാകും. അതുപോലെ തന്നെ വള്ളിച്ചെടികൾ വീട്ടിനുള്ളിലേക്കൊക്കെ പടർത്തിയിടുന്നവരുണ്ട്. കാഴ്ചയ്ക്ക് ഭംഗിയായിരിക്കും, പക്ഷെ തണൽ തേടിയൊക്കെ എത്തുന്ന ഈ പാമ്പുകൾ വീട്ടിനുള്ളിൽ കയറി വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ എലികളെയും പല്ലികളെയും വീട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നതും ഇതിനെ ആഹരിക്കാൻ ഇഷ്ടപ്പെടുന്ന പാമ്പുകളകത്ത് കയറി വരാൻ കാരണമാകുകയാണ്. മാത്രമല്ല ഈർപ്പമുള്ളിടത്ത് ഈ പാമ്പുകൾ വന്ന് കിടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ
പൈപ്പിൻ്റെ ചുവട്ടിലും കിണറ്റിൻ്റെ പാദത്തിൻ്റെ ഭാഗത്തുമൊക്കെ പാമ്പുകൾ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം നമ്മുടെ വീടുകളിൽ പാമ്പ് വരുന്നതിനുള്ള ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും ഇത്തരം ഈർപ്പമുള്ള സ്ഥലത്തേക്ക് നമ്മൾ രാത്രിയൊക്കെ പോകുമ്പോൾ നല്ല വെളിച്ചത്തോടു കൂടി പോയി കഴിഞ്ഞാൽ പാമ്പുകളുടെ ദൃഷ്ടിയിൽ നമ്മുടെ ദൃഷ്ടിയിൽ പാമ്പുകൾ പെടുന്നതിനും നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും കഴിയുന്നതാണ്. ഇനി പാമ്പുകൾ മനുഷ്യരെ കടിക്കാനും അല്ലെങ്കിൽ മനുഷ്യർക്ക് ഭയമുളവാക്കാനും കാരണമാകുന്ന ചില കാര്യത്തെ പറയുന്നുണ്ട്. നാഗകോപമുള്ളവർക്ക് അതുണ്ടാവും. കാര്യം അവരെവിടെ തിരിഞ്ഞാലും പാമ്പുകളായിരിക്കും. സാധാരണക്കാരൻ ഒരിക്കലും കാണില്ല. പക്ഷേ ഈ നാഗകോപമുള്ള ആളിന് എപ്പോഴും പാമ്പുകളെ കാണുക തന്നെ സ്ഥിതി. അവരുടെ ഉറക്കത്തിലും പലപ്പോഴും എപ്പോഴും നാഗം വന്നുകൊണ്ടിരിക്കും. ഒരിക്കലോ ഒന്നോ രണ്ടോ തവണയൊക്കെ നാഗം വന്നു എന്ന് പറഞ്ഞാൽ അത് ദോഷമൊന്നുമല്ല. കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതിനെക്കുറിച്ചൊരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. നാഗങ്ങളെ പലപ്പോഴും പെൺകുട്ടികളൊക്കെ കാണുന്നത് നല്ലതാണ്. അത് എന്ന് പറഞ്ഞാൽ വിവാഹപ്രായം എത്തിയവർക്കൊക്കെ ഇത് കാണുന്നുണ്ട്. നമ്മുടെ ഹോർമോണിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഈ നാഗപരമായിട്ടുള്ള ചിന്തകളും സർപ്പത്തിൻ്റെ ലൈംഗികതയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നാഗങ്ങളെ കാണും. എന്നാൽ ചില വ്യക്തികൾക്ക് അങ്ങനെയല്ല. അവരുടെ മിക്ക ദിവസത്തെ രാത്രിയിൽ അവർ നാഗങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് നാഗകോപത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ വീടിൻ്റെ മച്ചിൽ എപ്പോഴും നാഗം കയറിയിരിക്കുന്നത്, പണ്ടത്തെ വീടുകളാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ടെറസ് ബിൽഡിങ്ങുകളിലൊന്നും അങ്ങനെ നാഗം കയറിയിരിക്കാൻ സാധ്യത കുറവാണ്. മറ്റത് എപ്പോഴും മച്ചിലിങ്ങനെ പാമ്പ് എഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എലിയെ പിടിക്കാനുള്ളതാണ് വാസ്തവം. പക്ഷേ അത് തുടർച്ചയായിട്ടൊരു സ്ഥാനത്ത് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചില വീടുകളിൽ ഇനി എന്തൊക്കെ ചെയ്താലും പാമ്പുകൾ മാറാതെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം അത് നാഗഭൂമിയായിരിക്കും. അതിൻ്റെ പരിസരത്ത് ഒരുപാട് പാമ്പുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും ആ വീട്ടിൽ നിന്ന് പാമ്പ് ഒഴിഞ്ഞു പോവുകയില്ല. അങ്ങനെയുള്ള വീടുകളിൽ പിന്നെ വേറൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അവിടെ നിന്ന് നമ്മൾ മാറിപ്പോവുകയേ നിവൃത്തിയുള്ളൂ. പരമാവധി പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ പലരും വിചാരിക്കും ഭഗവാനാണ്, അങ്ങ് പോകട്ടെ, നാഗദൈവമാണ്, അത് പോട്ടെ എന്ന് വിചാരിച്ച് അതിനെ ഒഴിവാക്കി വിടാറുണ്ട്. അതിനെ ഒന്നും ചെയ്യില്ല. പക്ഷെ അതും ഒരു തെറ്റാണ്. കാര്യം ഈ പാമ്പുകൾ ഒരുപാട് പ്രചരണം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഒരുപാട് ഇത് വരും. നമ്മൾ ആദ്യത്തെ തവണ ഇത് കണ്ടു എന്ന് പറഞ്ഞ് പിന്നീട് എല്ലായ്പ്പോഴും ഈ പാമ്പിനെ നമ്മൾ കണ്ടുകൊണ്ട് കാണണമെന്നില്ല. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ചിലപ്പോൾ പാമ്പിൻ്റെ ഭയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാമ്പിനെ, അത് വിഷമുള്ള പാമ്പിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള വനപാലകരെയോ മറ്റും അല്ലെങ്കിൽ പാമ്പ് പിടിക്കുന്ന ആൾക്കാരെ വിളിച്ച് അതിനെ അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള രീതി ചെയ്യണം. അല്ലാതെ തൊഴുത് വിട്ടത് കൊണ്ട് മാത്രം അവിടെ കാര്യമൊന്നുമില്ല. അതിനെ അവിടെ നിന്ന് മാറ്റാനുള്ള, പാമ്പിനെ കൊല്ലണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ആ പാമ്പിൻ്റെ ഭീതി നിങ്ങളിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ടുള്ള കാര്യം അവിടെ ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെ പാമ്പിനെ നമ്മൾ കാണുന്നതിന് നമുക്ക്, അല്ലെങ്കിൽ പാമ്പിൻ്റെ സാഹചര്യത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. ഇനി പാമ്പിനെ കണ്ടു നമുക്ക് ഒരു നാഗകോപമുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യം നമുക്ക് ഒരു രാശി പ്രശ്നം വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിനെ പരിശോധിച്ച് ഒരു ആസ്ട്രോളജർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അതിനുള്ള പരിഹാരങ്ങളും നിർണ്ണയിച്ച് തരാൻ പറ്റും. ഇനി നിങ്ങൾക്ക് സ്വയമേവ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളിലേക്ക് വരാൻ, പരിഹാര കാര്യങ്ങളായിട്ട് ഈ പാമ്പിനെ കണ്ട് നിരന്തരം പേടിക്കുന്നവർക്ക് അതിൽ പ്രധാനപ്പെട്ട പലതും നിങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. 1 ആയില്യ പൂജ, 2 നൂറും പാലും സമർപ്പണം, 3 പുറ്റുമുട്ടയും സമർപ്പണം, 4 പുള്ളുവമ്പാട്ട്, 5 മഞ്ഞൾ അഭിഷേകം. ഇതൊക്കെ ആയില്യ ദിവസം ചെയ്യുന്നത് ഏറെ ഉത്തമമാണ്. പിന്നെ വീട്ടിൽ വലിയ തോതിൽ ഇങ്ങനെ നാഗം എപ്പോഴും കടന്നു വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഒരു ഗരുഡയന്ത്രം കലശമായിട്ട് നിർമ്മിച്ച് വീട്ടിൻ്റെ പടിക്കൽ കുഴിച്ചിടുന്നത് വളരെ ഉത്തമമാണ്. നാഗപരമായിട്ടുള്ള ഇത്തരം ദോഷങ്ങൾ ഒഴിവാക്കാൻ അത് ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഒരു വ്യക്തി നിരന്തരമായിട്ട് ഇങ്ങനെ നാഗത്തിനെ സ്വപ്നം കാണുന്നു, പാമ്പിനെ എവിടെ തിരിഞ്ഞാലും കണ്ട് പേടിക്കുന്നു എങ്കിൽ സർപ്പഭയഹര യന്ത്രം എന്ന് പറയുന്ന ഏലസ് യഥാവിധി തയ്യാറാക്കി കഴിച്ചു ധരിക്കുന്നത് വളരെ ഉത്തമമായിട്ട് കാണുന്നു. ഇനി ഒരാൾക്ക് സർപ്പത്തെ കണ്ട് വളരെയധികം പേടി തട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ പുറ്റും മുട്ടയും രൂപം മാച്ച് 7 ദിവസം ഓം ഹ്രീം വാസുകി സർപ്പായ നമഃ എന്ന് 7 ദിവസം തുടർച്ചയായിട്ട് ഈ പുറ്റുമുട്ടയും രൂപം തൊട്ട് രാവിലെ സമയത്ത് ജപിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കാവിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് ഉത്തമമായി കാണുന്നു. പിന്നെ വലിയ തോതിൽ സർപ്പ കോപം ഉണ്ടായിട്ട് വീട്ടിൽ മംഗല്യം നടക്കാതിരിക്കുക, സന്താനങ്ങൾക്ക് വളരെ ദോഷങ്ങൾ ദുരിതങ്ങളൊക്കെ വരികയാണെങ്കിൽ അനന്തനാഗരാജ പൂജ എന്ന് പറയുന്ന പൂജ പത്മമായിട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ വളരെ ദുരിതകരമായിട്ട് സർപ്പപരമായിട്ടുള്ള ദോഷങ്ങൾ കാരണം ദുരിതങ്ങൾ അനുഭവിക്കണമെങ്കിൽ അഷ്ടനാഗ പൂജ നടത്തുന്നതും വളരെ ഗുണപ്രദമാണ്. പിന്നെ നാഗങ്ങളെ നിരന്തരം ഭയപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഉള്ളതെങ്കിൽ അതിന് മഹാഗരുഡ ഹോമം നടത്തുന്നതും വളരെ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട്.
പൊതുവിൽ പറയട്ടെ, നാഗങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നത് എല്ലാം നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റും. പിന്നെ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക എന്നുള്ളതും സർപ്പങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് ആകർഷിക്കാതിരിക്കാൻ കാരണമാകുന്നു. സ്വപ്നങ്ങൾ കാണുന്നത് എല്ലാം ഒന്നും അത്ര ദോഷപ്പെട്ട കാര്യമൊന്നുമല്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അത് തുടർച്ചയായിട്ട് ആയി മാറുന്നെങ്കിൽ മാത്രമേ അതിൽ പേടിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാവും. അതിലൂടെ ആ ചാനലിലെത്തി അതിൽ ഫോളോ ചെയ്താൽ മതി. മാത്രമല്ല, ഇപ്പോൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന് ചില പുഷ്പാഞ്ജലി പൂജകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനും ഈ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താലേ സാധിക്കുള്ളൂ. പിന്നെ ഇവിടെ നടക്കുന്ന ചില പൂജകളിലൊക്കെ നിങ്ങളെ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇന്ന് ഓം ഹ്രീം നാഗശ്രേഷ്ഠായ നമഃ എന്നുള്ള മന്ത്രവും കൂടി അതിനോടൊപ്പം എഴുതിയിടണം. ഓം ഹ്രീം നാഗശ്രേഷ്ഠായ നമഃ എന്ന മന്ത്രവും കൂടി അതിനോടൊപ്പം എഴുതിയിടണം, കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. അപ്പോൾ അതിനെയായിരിക്കും അഡ്മിൻ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത് സർപ്പപരമായിട്ട് വരുന്ന പൂജകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അവയെല്ലാം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിക്കരുത്, കാരണം ഇത് അഡ്മിൻ നമ്പറാണ്, വിളിച്ച് കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്ര മഠം, RJ അയ്യർ.